ആട്ടം കലാസമിതി. തുടരും മൂവിയില് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതായത് ലാലേട്ടൻ സ്ലോ മോഷനിൽ ആ ജനലര അവിടെ നിന്ന് ചാടി വരുന്നത്. ആൻഡ് ആ ഒരു സമയത്ത് കേൾക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും നമ്മുടെയാണ് അല്ലെ, നിങ്ങളുടെ പെരുക്കലാണ് അവിടെ കേൾക്കുന്നത്. അയ്യോ പറയാൻ വാക്കുകളില്ല, കാരണം പ്രത്യേകിച്ച് തിയേറ്ററിൽ ചെന്നിരുന്ന് കണ്ടപ്പോ അയ്യോ പ്രത്യേകിച്ച് പറയാൻ തന്നെ അത്ര സന്തോഷം. നമ്മളെ ഏറെ മൂവിയിൽ നമ്മളൊരു പാട്ട് ഫുള്ളായിട്ട് നമ്മൾ ചണ്ട ചെയ്തിട്ടുണ്ട്. കിളിയെ ആട്ടപ്പോ നമ്മള് സഞ്ചരിച്ചു തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇപ്പൊ കറക്റ്റ് 27 വർഷമാണത്. 27. കുറെ ഗേൾസ് ഫാൻസ് ഉണ്ടാവും. അവിടെ നന്നായി പെർഫോം ചെയ്യുമ്പോ നോട്ടുമാരെ കിട്ടില്ല ഓരോരുത്തർക്കില്ലേ? അതോ കിട്ടിയ കൊണ്ടുപോകും. ഇവിടെ ചിരി കണ്ടറിയാം. പറഞ്ഞോ. അതുള്ളൂ. ഇതൊന്ന് സെറ്റായിട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ എത്ര അലമ്പ് കഴിയണമെന്ന് ഇവിടെ. പൂരപ്പറമ്പുകളിലെ ഉത്സവ പറമ്പുകളിലൊക്കെ പൊടി പാറ്റുന്ന ആ ഒരു പെർഫോമൻസിന്റെ ഒരു ചെറുത് സാമ്പിള്. അവിടെ തൃശ്ശൂരുകാരുണ്ടെന്ന് പറയാം. എന്നാ തൃശ്ശൂരുകാർ മാത്രല്ല അല്ലേ? ആശ കൊണ്ടും വാശി കൊണ്ടും ഇവിടെ ഒരു കൂട്ടം തീർന്നിട്ടുണ്ട്. ആൻഡ് ഈ ഒരു കൂട്ടം എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ ഒരു ഉത്സവ പറമ്പാണ്, ഒരു ആവേശമാണ്. ആൻഡ് ഈ ഒരു ആവേശത്തിന്റെ ഒത്ത നടുക്കിൽ നിൽക്കുന്ന ഒരു കൂട്ടം യുവാക്കളുടെ പേരാണ് ആട്ടം എന്നുള്ളത്. ആട്ടം കലാസമിതി കാണ് എന്ന് പറയുന്ന പോലെ അല്ലേ? നമസ്കാരം. ഓക്കെ, ഇപ്പൊ അത്യാവശ്യം കുറച്ച് റെസ്റ്റ് കിട്ടിയിട്ടുള്ള സമയമാണ് അല്ലെ? ഇവിടുത്തെ മച്ചന്മാർക്കൊക്കെ 2 മാസത്തെ ഒരു അവധി കാലഘട്ടമാണ്. ഇപ്പൊ വെക്കേഷൻ ടൈം ആണ് അല്ലെ? ആക്ച്വലി ഇത് വെക്കേഷൻ ഇല്ലാത്ത സമയത്ത് നമ്മൾ ഒരു ദിവസത്തെ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ആ ഒരു ചാർട്ട് എങ്ങനെയായിരിക്കും? നിങ്ങളുടെ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് നിങ്ങൾ എവിടെയൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ടോ? പ്രോഗ്രാം സീസൺ ടൈമില് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ള യാത്രയിലാണ്. ഒരു ദിവസം ഒരു 3 പ്രോഗ്രാം ഒക്കെ എടുക്കാറുണ്ട്. ഞങ്ങള് ചെണ്ടയിൽ മാത്രം ഉള്ള ആൾക്കാരാണ്, അധികം സംസാരിക്കില്ല. അതാണ് ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് തോന്നുന്നത്. അതൊക്കെ മാറ്റി പോവാണല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു ഉത്സവ പറമ്പേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് അതൊരു ഉത്സവമാവുന്നത്. കാരണം അവിടെ ഭയങ്കരമായിട്ടുള്ളൊരു പൊടി പാറ്റിയിട്ടുള്ള ഒരു സംഭവം നമ്മൾ ഇങ്ങനെ കാണാറുണ്ട്. അപ്പൊ മനസ്സിലാവും അതിന്റെ ഒപ്പം നടക്കുക ആട്ടം ഉണ്ട് എന്നുള്ളൊരു കാര്യം. ആൻഡ് ഈ ഒരു ആട്ടത്തിനോടൊപ്പം തന്നെ യാത്ര ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഒരു കൂട്ടം ആട്ടമായോ ആ ആട്ടത്തിനൊപ്പം യാത്ര ചെയ്യാനായിട്ട് ഒരു കൂട്ടം ഫാൻസ് ഉണ്ട്. ആൻഡ് അവരുടെ പേരാണ് വി ആർ പച്ച. വി ആർ പച്ച ഇല്ലാതെ ആട്ടം ഇല്ല എന്നുള്ള രീതിയിലായി അല്ലേ? ഓക്കെ, എങ്ങനെയാണ് വി ആർ പച്ചയുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളും? വി ആർ പച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക് ബോൺ ആണ്. നമ്മുടെ എല്ലാ കാര്യത്തിലും സപ്പോർട്ടാണ്. പ്രോഗ്രാം സ്ഥലത്തേക്ക് അവർ 2 അല്ലെങ്കിൽ 3 ആൾ എല്ലാ പ്രോഗ്രാം സ്ഥലത്തേക്ക് വരും. അവിടെ വീഡിയോ എടുക്കില്ല. അവരുടേതായ സോഷ്യൽ മീഡിയയിൽ അവരെല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് വി ആർ പച്ചയാണ്. അവരെല്ലാ രീതിക്കും ഞങ്ങൾ സപ്പോർട്ടാണ്. നമ്മുടെ ബാക്ക് ബോണാണ് വി ആർ പച്ച. ഈ ചെണ്ടമേളം കേക്ക എന്നുള്ളത് മാറ്റി നിങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാനാണ് കുറച്ചും കൂടി ഭയങ്കര ഒരു രസമാണ് നിങ്ങളുടെ. ഞാൻ ഒരു തവണ നിങ്ങളുടെ പെർഫോമൻസ് കണ്ടിട്ടുള്ളൂ. അന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്തു. നിലത്ത് നിന്ന് തുള്ളാണ്ട് ആർക്കും നിങ്ങളുടെ പെർഫോമൻസ് കാണാൻ പറ്റില്ല. ആ ഒരു ഇതിനോട് എന്താണ് പറയാനുള്ളത്? അതെല്ലാവരും പറയാറുണ്ട്. ഇങ്ങനെ ഇന്റർവ്യൂസ് ആയാലും ടി വി ഷോസിൽ നിങ്ങളുടെ ചിരി ഭയങ്കര പ്രത്യേകമാണ്. നിങ്ങൾ ചിരിച്ചിട്ടാണ് ഞങ്ങള് വയ്യാണ്ട് നിൽക്കണ്ടാവാ. പക്ഷെ ഞങ്ങള് ചിരിച്ചോണ്ട് നിൽക്കും. ഫിറ്റ് ചെയ്യാന്ന് പറയാ. ഞങ്ങള് ഫിറ്റ് ചെയ്തോളാന്ന് പറയാം. ഇപ്പൊ കൈ വെക്കുമ്പോൾ 3ാമത്തെ പരിപാടി ഞങ്ങൾ എല്ലാവരും കൈ വെച്ച് തുടങ്ങുമ്പോ ഫിറ്റ് ചെയ്തോ ചിരി ഫിറ്റ് ചെയ്തോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയാം. പിന്നെ അങ്ങോട്ട് ഫിറ്റ് ചെയ്താണ് തുടങ്ങുക. വയ്യാതായാലും നമ്മളതിനെ വിളിച്ച കമ്മിറ്റിക്കാരല്ലേ, അവര് ആഗ്രഹിച്ച ഓരോ വർഷത്തിൽ കാത്തിരുന്ന ഒരു പരിപാടി നമ്മൾ സ്മൈൽ ചെയ്ത് അവരെ ഹാപ്പി ആക്കുക, സന്തോഷമായിട്ട് വരിക. നമ്മുടെ ആട്ടത്തിന്റെ ഗോഡ് ഫാദർ എന്ന് പറയുന്നത് സനീഷനാണല്ലോ അല്ലെ? ഈ ഒരു ഗോഡ് ഫാദറിന്റെ ഒരു പുള്ളിനെയാണ് ആട്ടം സ്റ്റാർട്ട് ചെയ്തല്ലേ? സ്റ്റാർട്ട് ചെയ്യുമ്പോ മെയിനായിട്ട് പ്രമാണിച്ചിരുന്നവരാണ് ലീഡർ. ഇപ്പൊ ശരത്ത് ചെയ്യുന്ന പോലെ പ്രമാണിച്ചിരുന്ന സനീഷായിരുന്നു. ഞാനും സനീഷും ആണ് അന്നത്തെ ഉണ്ടായിരുന്ന ആളുകള്.
ബാക്കി ആളുകളൊക്കെ പുതിയതായിട്ട് വന്നു ചേർന്നതും കുറെ കാലങ്ങളായിട്ട് നിൽക്കുന്നത് തന്നെയാണ്. ആ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ഇപ്പൊ ഞങ്ങൾ രണ്ടാളും മാത്രമാണ്. ഇപ്പൊ ഒരു 25 വർഷത്തിന് മേലെ ആയിട്ടുണ്ട്. അപ്പൊ തുടക്കത്തിലുള്ള ആളുകളാണ്. നമ്മൾ ഈ പെർഫോമൻസിനൊക്കെ പോകുമ്പോഴേ അവിടെ നന്നായി പെർഫോം ചെയ്യുമ്പോ നോട്ടുമാല കിട്ടില്ല ഓരോരുത്തർക്ക് ഇല്ലേ? ആക്ച്വലി അങ്ങനെ ഒരു നോട്ടുമാല കിട്ടി ഞാൻ എന്താ ചെയ്യാ? അത് വീതിക്കാണോ ചെയ്യാ അതോ കിട്ടിയാ കൊണ്ടുപോകും? ഇവിടെ ചിരി കണ്ടറിയാ നമ്മുടെ പ്രമാണിയാണ്, ശരത്താണ്, ഞാൻ കൊട്ടാനല്ലേ ഉള്ളൂ, ഞാൻ മിണ്ടാനില്ല. പിടിച്ചത് പറഞ്ഞോ. അത് ഞാൻ സാധാരണ എങ്ങനെ വെച്ചാൽ ചില ടൈമുകളിൽ നമ്മൾ ഒരു സീസൺ കഴിയുമ്പോൾ എല്ലാവർക്കും ചെറിയ രീതിയിൽ ചില വീഡിയോ കൊണ്ടുവിടാം. ഒരു കൊല്ലം എനിക്കൊരു 18,000 റുപ്യ നോട്ടുമാല കിട്ടിയിട്ട് അതൊരു ഓർഫനേജിൽ കൊണ്ടുപോയിട്ട് ഞങ്ങളെല്ലാവരും കുടിച്ചു. അവരവർക്ക് കിട്ടിയ നോട്ടുമാല കൊണ്ടുപോയിട്ട് ഓർഫനേജിൽ കൊണ്ടുപോയി കാലടിയിൽ ഈ ഇതിൽ നിങ്ങൾക്ക് കുറെ ഫാൻസ് ഉണ്ടാവുമല്ലോ, കുറെ ഗേൾസ് ഫാൻസ് ഉണ്ടാവും. അപ്പൊ ഈ കൂട്ടത്തിലെ കാസ്റ്റിനുള്ള ആരാണ്? കാലുകൊണ്ട് കളം ആർക്കാണ് ഏറ്റവും ഫാൻസ് ഉള്ളത്? എല്ലാവർക്കും ഗേൾസ് ഫാൻസ് ഉണ്ട്. അതെ, പേര് വിനീത് എനിക്കാണെങ്കിൽ എന്റെ ഒപ്പം നിൽക്കണോ വിനയം മൊത്തം എല്ലാവർക്കും തുല്യമായിട്ടുണ്ട്. അപ്പൊ മനസ്സിലായി ഇവരാണ് ഏറ്റവും കൂടുതൽ. ഇല്ല അല്ല എല്ലാവരും ഉണ്ട്. ഇപ്പൊക്കെ ചെറിയ ആൾക്കാർക്ക് അവനൊക്കെ ചെറുത് വന്നിട്ടില്ലല്ലോ. ചെറുതെന്ന് പറയുന്ന ആരാ? പ്രണവ്യ രണ്ടുപേരുണ്ട്. കൊച്ചുണ്ണി. പിന്നെ ഇതില് നിങ്ങൾ നന്നായിട്ട് ഡാൻസ് ചെയ്യുമല്ലോ, ഇതിൽ ഏറ്റവും നല്ല ഡാൻസർ ആരാണ്? പറയാല്ലേ, 2 വാക്കിൽ ഉത്തരം. അതിലാണോ നിങ്ങൾക്ക് ഏറ്റവും അധികം മാർക്ക് കിട്ടാറ് പരീക്ഷയില്? 2 വാക്കിൽ ഉത്തരം കൊണ്ട് ഒതുക്കി. അല്ല മച്ചാൻ, ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാ, നിങ്ങൾ നമ്മളെന്താ പറയാ, ആട്ടത്തിന്റെ ഒരു ഇത് കാണുമ്പോ കൊട്ട് മാത്രല്ല, കേൾക്കാൻ മാത്രല്ല, കാണാനും ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഡാൻസ് ഒരു മെയിൻ ഘടകം തന്നെയാണ് അല്ലേ? ഡാൻസ്, മ്യൂസിക്, റിതം ഇതൊക്കെ കൂടി ചേർന്നാണ് സിംഗാരിമേളം. ഓക്കെ, അതില് ഡാൻസ് ഞങ്ങളുടെ ടീമിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത് ബിനോയാണ്. ബിനോയ് നല്ല പ്രൊഫഷണൽ ആയിട്ടും അവനറിയാം. പിന്നെ ഞങ്ങളൊക്കെ നിവൃത്തിയോടുകൊണ്ട് ചെയ്യണതാ. അതും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് വെക്കേഷൻ ടൈം ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ഒരു ടൈമിലാണ് നമ്മൾ പുതിയ ചില താളങ്ങളും മേളങ്ങളും ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. തുടങ്ങാക്ക ഒരു മാസം മുന്നേ തുടങ്ങും പ്രാക്ടീസ്. അത് മറ്റേ ക്യാമ്പ് പോലെ ഡെയിലി പ്രാക്ടീസ് വരും. അപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ഈ നല്ല പോലെ ആൾക്കാർ കാണാൻ കൂടി നിൽക്കുന്ന സമയത്ത് ചില ആൾക്കാരൊക്കെ കുറച്ചും കൂടി ഒന്ന് ഓവറായിട്ട് പെൺപിള്ളേരെ കാണാൻ ഇംപ്രസ് ചെയ്യാനൊക്കെ കൂട്ടത്തിൽ അങ്ങനെ ഒരാളുണ്ടോ? അങ്ങനെ ആരുമില്ല. അല്ല, അങ്ങനെയല്ല, നമ്മള് പെർഫോം ചെയ്യണല്ലോ. പ്രോഗ്രാം ചെയ്യുമ്പോൾ ആൾക്കാരെ ആകർഷിക്കാന്നുള്ളൂ നമ്മുടെ. മതിയുടെ അങ്ങനെ നിങ്ങൾ പറയാറില്ല? അതിലൊന്നും കൂടി നന്നായിട്ട് ചെയ്യുന്നത് ദാസപ്പനാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ആകർഷിക്കുക. പിന്നെ ആകർഷണ യന്ത്രം ഉണ്ടോ കയ്യില്? അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ചന്ദൻ, കുറച്ച് ആൾക്കാരിലൊക്കെ അവനൊക്കെ നന്നായിട്ട് ചെയ്യണ. കോലി കറക്കണ മെയിനാളവൻ. ഇങ്ങനത്തെ ഏതെങ്കിലും പരിപാടിയുടെ ഇടയിൽ കൂട്ടുകാരന്മാരെ എങ്ങനെ കളിയാക്കാനുള്ള ഏതെങ്കിലും ഒരു ഓർമ്മയുണ്ടോ? ആളൊന്നും വന്നിട്ടില്ല. അല്ലല്ല, പാലക്കാട് നിന്ന് വരുന്നതാണ്, നദീഷ് എന്ന് പറയും. ആൾക്ക് നല്ലൊരു പണി കൊടുത്തിട്ടുണ്ട്. എന്റെ വീഡിയോ നല്ല വൈറലായിട്ടുണ്ട്. അത് പ്ലാൻ ചെയ്തതാണ്. അത് പക്ഷെ പുള്ളി അറിഞ്ഞിട്ടില്ല. പറയാമോ? അത് മേളം നമ്മളങ്ങനെ കൊട്ടിക്കൊണ്ടിരി പെട്ടെന്ന് സ്റ്റോപ്പാകും. സ്റ്റോപ്പായി കഴിഞ്ഞാൽ ഒരാൾ ഫ്രണ്ടിൽ പോയിട്ട് ഒന്ന് കൊട്ടിയിട്ട് ആളുടെ കൂടെ ചേരനെല്ലാവരും ഒരുമിച്ച് കൊട്ടണം. അത് പെട്ടെന്ന് ചെന്ന് ആക്ഷനെ കെട്ടി കൊട്ടിയപ്പോ ആരും കൊട്ടിയില്ല. അങ്ങനെ ഒരു 2 പ്രാവശ്യം ചെയ്തു. അങ്ങനെ രണ്ടാമത്തേര് ശരിയാ വെച്ചു, പക്ഷെ രണ്ടാമത്തെ പണിയും കൊടുത്തു. അങ്ങനെ ഒരു എല്ലാരും നല്ല ഞാൻ ചോദിക്കട്ടെ, നമ്മള് എവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പവർ ഹൗസ് ആയിട്ടാണ് നിൽക്കണേ. എന്തോ നീ എനർജിക്ക് വേണ്ടി കഴിക്കണേ, പുറത്ത് പറയാൻ പറ്റാവുന്നത് നല്ല സീസൺ ആവുന്ന സമയത്ത് ഈ ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടാറുണ്ടോ? അല്ല, ഈ ഞങ്ങളിപ്പോ 1 മണി ആയാലും പ്രോഗ്രാം 2 മണിക്കും ആ നേരത്ത് പോയി ചില ബിരിയാണി കഴിക്കാൻ ബിരിയാണി കഴിക്കും. അങ്ങനെയാണ് എല്ലാവരും നന്നായി ഉപയോഗിക്കല്ലേ. അതിന്റെ അങ്ങനെ എനർജിയുടെ. പിന്നെ ക്രൗഡ് വരുമ്പോ നമ്മള് ഓട്ടോമാറ്റിക് ആവണം. നമുക്ക് ഔതുണ്ടായിട്ടല്ല, അതിന്റെ ഇതിൽ പോകണം.
ഇവർക്ക് ഈ ഒരു ആട്ടത്തിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പറക്കാനായിട്ട് ഒരു പുഷ്പക വിമാനമുണ്ട്. ആ ഒരു പുഷ്പക വിമാനത്തിന്റെ സാരഥിയായിട്ട് ഒരു തോമസ് ഏട്ടൻ ഉണ്ട് അല്ലേ? എന്തിട്ടാ ഐറ്റം തോമസ് ഏട്ടൻ, പുള്ളീനെ പറ്റി രണ്ടു വാക്കെന്ന് പറഞ്ഞേ. അല്ല, നമ്മളൊരു പ്രോഗ്രാമുകൾ ലോങ് പ്രോഗ്രാമുകൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാസർഗോഡ് അല്ലെങ്കിൽ കോഴിക്കോട് നേരെ കൊല്ലത്തേക്കാണ് പോണ, അങ്ങനെ എങ്കിൽ ഇപ്പം കോൺടാക്ട് നമ്പർ എൻ്റെ ഉണ്ടാവും. ഞാൻ വിളിച്ച് നമ്മുടെ ഡ്രൈവർ വിളിക്കും, ഇനി ഞാനല്ല വിളിക്കുക, ഡ്രൈവറുടെ കയ്യിൽ കണക്ട് ചെയ്ത് ഞങ്ങൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാറുണ്ട്. കറക്റ്റ് സ്പോട്ടിൽ കൊണ്ടെത്തി. ഇന്നേ വരെ ഇപ്പോൾ ഒരു 26-27 വർഷത്തിൻ്റെ അവിടേക്ക് നമ്മൾ പോയി പ്രോഗ്രാമിന് പോകണം. കറക്റ്റ് നീറ്റായിട്ട് കൊണ്ടുപോയി നമ്മൾ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. നമ്മുടെ കൂടെ ആട്ടപ്പോ നമ്മള് സഞ്ചരിച്ചു തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു അമ്പലപ്പറമ്പിൽ വേറെ അമ്പലപ്പറമ്പിലേക്കായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചു തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഇപ്പൊ കറക്റ്റ് 27ാമത്തെ വർഷമാണിത്. 27. ഈ നിങ്ങളുടെ കൂട്ടത്തില് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട് ലേറ്റ് ആയിട്ട് വരിക അങ്ങനത്തെ വല്ല ടീമുണ്ടോ? അതുള്ളൂ. ആരില്ലാന്നല്ല, ഇതൊന്ന് സെറ്റായിട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ എത്ര അലമ്പ് കഴിയണമെന്ന് ഇവിടെ. ഇന്ന് തന്നെ ഇന്നത്തെ പരിപാടി 10 മണിക്കാന്നാ പറഞ്ഞത്. അതായത് നമ്മൾ തുടങ്ങാതിരുന്ന ഒരു സമയത്തേക്കാൾ 2 മണിക്കൂർ മുമ്പേ പറഞ്ഞു. എന്നിട്ട് തുടങ്ങിയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടും എത്തിയവരുണ്ടല്ലേ? അതാരാന്ന് ഞങ്ങൾ പറയുന്നില്ല. ഇതിന് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് ആദ്യം വരും അങ്ങനെയുള്ള ആൾക്കാരുണ്ടോ? അതായത് ബ്രേക്ക് കിട്ടിയാലും പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കും, അങ്ങനെ വല്ല ടീമുണ്ടോ? അതായത് 100 കൊടുത്താ എന്താ പറയാ 2000 രൂപയ്ക്ക് പണിയെടുക്കുന്ന ആൾക്കാര് അങ്ങനെ പ്രതീക്ഷയും പോയില്ലേ? ഓക്കെ, പുള്ളി മുങ്ങുന്ന് നേരത്തെ പറഞ്ഞിട്ടായിരുന്നു. ഞാൻ മുങ്ങുന്ന ആരും അറിയില്ല എന്നും പറഞ്ഞിട്ടായിരുന്നു. എന്തൊരു അത്യാവശ്യ കാര്യമൊക്കെ ഉണ്ട്. ഇനി സിനിമയിലേക്ക് വരാണെങ്കിൽ അല്ല വിനീത്, വന്നു കഴിഞ്ഞു. തുടരും മൂവിയില് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര ക്ലിക്ക് ആയിട്ടുണ്ട്. കാടേറും കൊമ്പ. അതെ, കാടേറും കൊമ്പ. അപ്പൊ അതിനകത്തുള്ള ഒരു ട്രാക്ക് ചെയ്തത് നമ്മളാണ്. എന്തായിരുന്നു എക്സ്പീരിയൻസ് പറയണെങ്കിൽ അന്ന് അതിന്റെ തലേദിവസം 3 പരിപാടിയായിരുന്നു. 3 പരിപാടി കഴിഞ്ഞിട്ട് പുലർച്ചെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോണത് റെക്കോർഡ് ചെയ്യാൻ. കുറച്ച് പേര് പോണേ. ആ റെക്കോർഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് വായിക്കുക ഫ്രണ്ട് റോ ആണ്, ഇടന്തലയാണ് വായിക്കുക. ഇടന്തല വായിക്കുമ്പോൾ വാലന്തല വായിക്കുന്നവർ കിടന്നുറങ്ങാറ്. അത് കഴിഞ്ഞിട്ട് വാലന്തല വായിക്കുന്നവര് വരുമ്പോ ഇടന്തലക്കാർ കിടന്നുറങ്ങുക. അങ്ങനെ മാറി മാറി ഉറങ്ങിയിട്ടാണ് ആ സാധനം ഇത് വായിച്ചത്. പക്ഷെ അത് എന്തായാലും എന്താ പറയാ ഓവറോള് കേട്ടപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. കുറെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ, കുറെ ഒന്നുകൂടി ഉണ്ടാവും എന്ന് വിചാരിച്ചു, കുറച്ച് കൂടി ഉണ്ടാവും എന്ന് ചോദിച്ചു. പക്ഷെ എന്നാലും ഇത് അടിപൊളി, ഇത് നല്ല ഇതായി. കാടേറും കൊമ്പല്, അതായത് ലാലേട്ടൻ സ്ലോ മോഷനിൽ ആ ജനലര അവിടെ നിന്ന് ചാടി വരുന്നത് നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ത്രസിച്ചിരുന്ന് കണ്ടുപോയിട്ടുള്ളതാണ്. ആൻഡ് ആ ഒരു സമയത്ത് കേൾക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും നമ്മുടെയാണ് അല്ലെ, നിങ്ങളുടെ പെരുക്കലാണ് അവിടെ കേൾക്കുന്നത്. സോ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, പറയാൻ വാക്കുകളില്ല. കാരണം പ്രത്യേകിച്ച് തിയേറ്ററിൽ ചെന്നിരുന്ന് കണ്ടപ്പോ നമുക്ക് അയ്യോ പ്രത്യേകിച്ച് പറയാൻ തന്നെ അത്രയും സന്തോഷം. അതിൽ പ്രത്യേകിച്ച് നന്ദി പറയാനുള്ളത് ജെക്സ് സാറിനോട്, പിന്നെ അതുപോലെ നമ്മുടെ നാട്ടുകാരനായ മണികണ്ഠൻ അയ്യപ്പ മ്യൂസിക് ഡയറക്ടർ, അവരൊക്കെ ഒരുപാട് നന്ദി. പിന്നെ നമ്മളെ ഏറെ മൂവിയിൽ നമ്മളൊരു പാട്ട് ഫുള്ളായിട്ട് നമ്മൾ ചണ്ട ചെയ്തിട്ടുണ്ട്. കിളിയെ ദീപു നാനൻ സാറിനൊക്കെ ഒരുപാട് നന്ദി. ഇനി ഇപ്പോൾ നാദിർഷാന്റെ ഒരു പടത്തിന് നമ്മളിപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു പാട്ട് ഫുള്ളായിട്ട്. ചിത്ര ചേച്ചി പാടുന്നൊരു പാട്ട് ഫുള്ളായിട്ട് നമ്മൾ ചണ്ട ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് 2-3 പടത്തിന് ചെയ്തു വെച്ചിട്ടുണ്ട് ഇറങ്ങാനിരിക്കുന്നത്. ഇവിടെ സിനിമകളിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു മേളപ്പെരുക്കങ്ങൾ നമുക്ക് എന്തായാലും കേൾക്കണം എന്നുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കണം എന്നുണ്ട്. സോ അപ്പൊ ഇതിന് ശേഷം നമ്മൾ എന്തായാലും അതിന് ആ ഒരു പെർഫോമൻസിലേക്ക് കടക്കും അല്ലേ? ഇല്ലേ, നമ്മൾ ഈ ഒരു സോങ്സ് ഒക്കെ റെക്കോർഡ് ചെയ്യാനായിട്ട് അപ്പൊ അതായത് ഇൻഡോറിൽ വേണം അല്ലെങ്കിൽ ഔട്ട്ഡോറിൽ വേണം സാധനമൊക്കെ വരുമ്പോ ഔട്ട്ഡോർ എവിടെയാ പോവാറ്? ഔട്ട്ഡോർ നമ്മൾ തൃശ്ശൂര് പുല്ലഴി, നമ്മുടെ തൃശ്ശൂർ പുല്ലഴി, അതൊരു പറമ്പാണ്. അവിടെ മറ്റേ വണ്ടികളുടെ പ്രശ്നങ്ങളും ശല്യങ്ങളും ഒന്നും അവിടെ ഇല്ല. സൈലന്റ് ഒരു ഏരിയ ആണ് അവിടെ. നമ്മൾ ARM ചെയ്തൊരു 30ഓളം പേര് നിന്നിട്ടാണ് നമ്മൾ ചെയ്തത്. മൊത്തം എല്ലാവരും കൂടി നിന്നിട്ടാണ് ചെയ്തിട്ടുള്ളത്. തുടരും ഒരു മാക്സിമം ഒരു 6-7 പേര് സ്റ്റുഡിയോയിൽ നിന്ന് ചെയ്യാനുള്ള ആൾക്കാർ മാത്രം. അപ്പോൾ ആൾ കൂടുതൽ വരുമ്പോൾ ഔട്ട്ഡോർ ചെയ്യും, ആൾ കുറവായിട്ടുള്ള റെക്കോർഡ് വരുമ്പോൾ ഈ ഔട്ട്ഡോർ പറമ്പിൽ ചെയ്യാന്ന് പറയുമ്പോഴേ വേറൊരു ശബ്ദങ്ങളും ആ ഒരു സമയത്ത് ഉണ്ടാവും പാടില്ലല്ലോ. അങ്ങനെ കിട്ടാറുണ്ട് ഇടയ്ക്ക് ഒരു തീരുമോ? അങ്ങനെ മറ്റേ പൂതൻ പാട്ട് കേട്ടിട്ടുള്ളത് അത് നമ്മുടെ റൂമിലെ ചെയ്തിട്ടുള്ളത്. അത് ചെയ്തത് പുലർച്ചെ 4 മണിക്കാണ്. അതായത് ഒന്നിന്റെയും സൗണ്ട് കിട്ടാൻ റൂമിലാണ് ചെയ്ത് റെക്കോർഡിങ് കംപ്ലീറ്റ് ചെയ്ത്. അതൊരു 4 മണിക്ക് ഇവിടെ 5:50 പാട്ട് വെക്കും, അത് കേൾക്കാൻ ഒന്നും പാടില്ല എന്ന് പറഞ്ഞാൽ 4 മണി സമയത്താണ് അത് പുലർച്ചെയാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ടൈറ്റ് ആയിട്ടായിരുന്നു. അപ്പൊ ഇനി ആരുടെ കൂടെ കൊളാബറേറ്റ് ചെയ്യണം എന്നാണ് നിങ്ങളുടെ ഒരു ആഗ്രഹം?
വലിയൊരു ആഗ്രഹമാണ്. നമ്മളത് ഒന്നും കൂടി നല്ല രീതിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കാണ്. കാരണം ഇനി AR റഹ്മാന്റെ കൂടെ പെർഫോം ചെയ്യുമ്പോ ഞങ്ങക്ക് പറയാലോ, അല്ലേ? അത് ഒരുപാട് നാളായിട്ടുള്ള ഒരു ആഗ്രഹം തന്നെയല്ലേ? തീർച്ചയായിട്ടും പടിപടിയായിട്ട് ഓരോരോ ഘട്ടങ്ങളും കടന്നു പോയോണ്ടിരിക്കുകയാണ്. ആദ്യം ശിവമണി സാറായിരുന്നു ഇവിടെ ഉള്ളിൽ. ആദ്യം നമുക്ക് ഇതായിട്ട് റിതം പ്ലേസ് ചെയ്തിട്ട് ആദ്യം അങ്ങടായിരുന്നു. അവിടെ ഇപ്പൊ അത്യാവശ്യം പരിപാടി ചെയ്തു ഞങ്ങൾ ഒരുമിച്ച്. നമ്മള് യുവൻ ശങ്കർ രാജ അത് ചെയ്തു. പാട്ട് വരാൻ ഇതായിരുന്നു ആ യുവൻ ശങ്കർ രാജയുടെ കൂടെ ഞങ്ങള് ഒരിക്കലും പ്രിപ്പയർഡ് ആയിട്ട് പോയതല്ല. ഒരു ഭയങ്കര ഞങ്ങൾക്ക് ഈ ആട്ടങ്കര രസം കിട്ടിയ അത് ഇനി ആ സിനിമ ഇറങ്ങുമ്പോ ഒരു വലിയൊരു മുതൽക്കൂട്ടം തന്നെ ആയിരിക്കും ആട്ടങ്കര രസം. കാരണം വെച്ചാൽ ഞങ്ങള് ചെന്നൈയിൽ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ സമാപന ചടങ്ങിന് വേണ്ടി പോയതാണ്. അങ്ങനെ ചെന്ന് ആ പരിപാടി കഴിഞ്ഞിട്ട് നിൽക്കുന്ന നേരത്ത് പ്രേക്ഷണം പറഞ്ഞാ റെക്കോർഡിംഗ് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാട്ടാ, 1 മണിക്കൂറുള്ളൂ, ചെയ്തിട്ട് വേഗം വരാളെന്ന് പറഞ്ഞു. അപ്പൊ ഇത് എവിടേക്കാ പോണേ, എങ്ങനെ പോണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ ചെല്ലുമ്പോഴാണ് അത് ഇളയരാജ സാറിന്റെ സ്റ്റുഡിയോയിലേക്കാണ് പോണത്. ഞങ്ങളവിടെ എത്തുമ്പോ ഒരു 7:30 6:30 വരെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ കാണാൻ പറ്റിയില്ല. അപ്പൊ അവിടെ ചെന്ന് അവർ ചായ കുടിച്ചില്ലേ, ചായ കുടിച്ച് ഇങ്ങനെ ഒരു പാട്ട് ഇങ്ങനെ ഒരു ടീം വന്ന് പാലക്കാട് ടീം വന്ന് ചെയ്താൽ ഞങ്ങൾക്ക് ഇഷ്ടമായില്ല, നിങ്ങൾ ചെയ്തൊക്കെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ അത് അടിപൊളിയാക്കി എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇതാരാ മ്യൂസിക് ചെയ്യണ, ഇതിന്റെ സിനിമയുടെ ഡയറക്ടർ ആരാന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ നമ്മൾ ആ പാട്ട് അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് അത് ചെയ്തത് യുവൻ ശങ്കർ രാജ സാറിന്റെ ആണ്. ആള് വന്നു. അത് നമ്മുടെ ആ ഡയറക്ടർ പേരെന്താ, അമീർ സുൽത്താൻ സാറിന്റെ സിനിമയായിരുന്നു. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നിട്ട് അതൊക്കെ ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോ വീണ്ടും ഒരു വിളി വന്നു, ആ പാട്ടിൽ നിങ്ങൾ തന്നെ അഭിനയിക്കുന്ന. എന്നിട്ട് 6 ദിവസം ഞങ്ങൾ നമ്മുടെ കോയമ്പത്തൂര് ഫുൾ ടീം വന്നിട്ട് ആ പാട്ടിൽ ഫുള്ള് കണ്ടിന്യൂ ആട്ടങ്കലാസമിതി വർക്ക് ചെയ്തിട്ടുള്ള ഒരു പാട്ട്. അത് ശരിക്കും ഒരു നമ്മുടെ ദിനേശ് മാഷാണ് സോങ്ങിന്. ഭയങ്കര അനുഭവമായിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ 6 ദിവസം അവിടെ നിന്നാലും നിന്നോട് ചോദിക്കാനുള്ളത് കോയമ്പത്തൂരത്തെ ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് നമുക്കൊക്കെ നല്ല കെയറിങ് ആയിരുന്നു കേട്ടോ. നമുക്ക് സെപ്പറേറ്റ് 2 ആൾക്ക് താമസിക്കാൻ നല്ല AC റൂമും ഭക്ഷണത്തിനായാലും ആട്ടങ്കാല ആസ്വദിക്കുന്ന പറഞ്ഞിട്ടൊരു പ്രത്യേക കെയറിങ് സാർ അത് മുൻകൂട്ടിയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ചെണ്ട തന്നെ വേണമെന്നില്ല. കയ്യിലൊരു സ്പൂണോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു ഡെസ്ക് കിട്ടി കഴിഞ്ഞാലും ഇവൻ പൊളിച്ചടക്കൂടാ. അങ്ങനെയുള്ള ഒരു തന്നെ ആരതില് പാല് പറഞ്ഞിട്ട് അത് വന്നപ്പോഴേ. ഓക്കെ, അപ്പൊ പിന്നെ ആളെ പറ്റി പറയാം, ധൈര്യമായിട്ട് പറഞ്ഞോളാം. ആള് കൊട്ടുണ്ടാക്കുന്ന രീതി നല്ല വെറൈറ്റി, നല്ല ആരും ചിന്തിക്കാത്ത കൊട്ടുള്ള ഒരുപാട് ഉണ്ടാക്കുന്ന ആളാ. അപ്പൊ ഞാനൊരു ദിവസം നമ്മള് പേരടിക്ക് വന്നിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കാം. എന്റെ തൊട്ടപ്പുറത്ത് ആള് ഭക്ഷണം കഴിക്കണേ. അപ്പൊ ആള് കൊട്ട് ചോറിങ്ങനെ ഉള്ളിട്ടിട്ട് ഇങ്ങനെ ചോറിങ്ങനെ കൊട്ടുണ്ടാക്കാം. അത്ര ഇതിനുള്ള ആള് കൊട്ടുണ്ടാക്കാനായിട്ട് ഭയങ്കര ഏത് സമയമാണെങ്കിലും ഊരിലാണെങ്കിലും കുളിയിലാണെങ്കിലും മൈൻഡിലെ സാധനം. അല്ല, ആക്ച്വലി നമ്മുടെ ഭയങ്കര രസമുള്ള, എനിക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് സാഗരയിലേക്കാക്കി ആ ഒരു കൊട്ട്. അപ്പൊ അത് ഉത്ഭവിച്ചത് അല്ലെങ്കിൽ അതിന്റെ ഒരു ജനനം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? ശരത്തിന്റെ കണ്ടുപിടുത്താണ്. നമ്മൾ പരിപാടി ചെയ്തോണ്ടിരിക്കുന്നത് ഇതേപോലെ ആര് പറഞ്ഞു ഇതിന്റെ എന്നല്ല, ആരും എന്നോട് പറഞ്ഞു അത് ചെണ്ടമ കൊട്ടാൻ നോക്കിയാണ്. അത് കൊട്ടി അപ്പൊ കൊട്ടി ആകെ നാശമായി. എല്ലാരും കളിയാക്കി ചിരിച്ചു. അത് കഴിഞ്ഞു പിന്നെ ഒരു ദിവസം റൂമിൽ വന്നിട്ട് അത് സെറ്റായി. അത് അപ്പൊ ഈ മേളത്തിന്റെ ഇടയിലേ പോപ്പർ അടിക്കുമ്പോ വായ കയറി പോയിട്ട് അത് തുപ്പിട്ട് വേണം ബാക്കിയുള്ള കൊട്ടാനായിട്ട്. അതൊരു പ്രശ്നമായിട്ട് കേട്ടാറുണ്ടോ വല്ലപ്പോഴും? പോപ്പർ ഇങ്ങനെ അടിക്കുമ്പോ ഭയങ്കരമായിട്ട് അടിക്കുമ്പോ മേത്തോട്ട് ഏറ്റവും പ്രശ്നം എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ മുണ്ട് നാശമാവും. ഇത് ഒട്ടി പിടിച്ചിട്ട് വേർപ്പ് ഇങ്ങനെ വന്നിട്ട് മുണ്ട് കംപ്ലീറ്റ് നാശമാവും. വീട്ടിലും കൊണ്ടുനടക്കാൻ പറ്റില്ല. എങ്ങടിയിലും കൊണ്ടുനടക്കാന്ന് പറയും നമ്മൾ. വീട്ടിലെ അമ്മയ്ക്കും ഭാര്യമാർക്കാണ് പ്രശ്നം. കാരണം പക്ഷെ അതൊരു എനർജി ആട്ടോ ഈ പോപ്പറ്. അമ്മയ്ക്കും ഭാര്യയ്ക്കാണ് പ്രശ്നം. അത് അലക്കാൻ കൊണ്ടുകൊടുക്കുമ്പോ മുണ്ട് അലക്കാൻ കൊണ്ടുപോയി ഭാര്യ മാർക്കെന്ന് പറഞ്ഞു എല്ലാവരും ഇവർക്കും കല്യാണം കഴിച്ചിട്ട് ഇവരുടെയും ഭാര്യമാരെന്നാണ് കവിത. അതെ അതെ. പക്ഷെ ഈ പോപ്പറ് ഒരു എനർജിയാണ് കേട്ടോ. വീഡിയോസിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളതിനെ ഇതിങ്ങനെ വരുമ്പോൾ നല്ലൊരു വിഷ്വൽ. മുമ്പ് വെച്ച് കഴിഞ്ഞാൽ കിലോ കണക്കിനുള്ള ഒരു പേപ്പർ കട്ടിങ്സ് എടുത്തിട്ട് എറിയല്ലേ അത് ഈ വലിയ ആൾക്കാർ ഇങ്ങനെ അറിയും, ചെറിയ കുഞ്ഞുമക്കളെ ഇങ്ങനെ കറക്റ്റ് വരും. ഈ കമലഹാസന്റെ കൂടെ പെർഫോം ചെയ്യാനുള്ള ഒരു വലിയൊരു ലക്ക് കിട്ടി. അപ്പൊ അതിനെ കുറിച്ച് എന്താണ്? അല്ല, അത് നമ്മള് പ്രതീക്ഷിച്ചില്ല. അവിടെ ഇരിക്കാനും പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ടീം ഞാൻ പറഞ്ഞ
വിളിക്ക് ഫ്രണ്ട്ലി കിട്ടി. അപ്പൊ അങ്ങനെ ഇവിടെ ആരോ പോയിട്ടാണ് വിളിച്ചോടുന്നേ. ശരിക്കും ഞെട്ടി. ഞാൻ കോലി കൊടുക്കുന്ന കയ്യൊക്കെ വെറുതെ കൊടുത്തേ. ഭയങ്കര സന്തോഷം വന്നിട്ടാ. പിന്നെ വിക്രം സാറിന്റെ കൂടെ പിന്നെ അങ്ങനെ കുറെ ആൾക്കാർ, ജയറാം സാറ്, പിന്നെ അങ്ങനെ ഉണ്ട് കുറച്ച് ആൾക്കാർ. ഡാൻസർ അത് പറഞ്ഞപ്പോൾ ആളുടെ എളിമ അതൊന്ന് സൂം ചെയ്യണം. കൊറേ ആഗ്രഹിച്ചൊരു കാര്യമാണ് കാണുന്നത്. ടീം ആർട്ട് ടീമിന്റെ ഒപ്പം നിന്നിട്ട് ആളെ കാണാൻ പറ്റിയ വലിയ സന്തോഷം. ഞാൻ കൊറേ ആഗ്രഹിച്ചൊരു കാര്യമാണ്. നിങ്ങൾ ഈ സ്റ്റേജില് സിഗ്നൽസ് ഒക്കെ കൈമാറാറുണ്ട്? അതായത് എന്തെങ്കിലുമൊക്കെ മറന്നുപോയാ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൺവേ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വല്ല സൈൻ ഉണ്ടോ? തെറിയല്ലാണ്ട് ഞങ്ങളുടെ കൊട്ടിൽ തന്നെ ഓരോ സൈനുകളാണ്. ഈ കൈ ഇങ്ങനെ കട്ടുക, റിതം ചേഞ്ച് ചെയ്യുമ്പോ നമുക്ക് തിരിഞ്ഞ് പറയാൻ പറ്റില്ല. ഈ കൂട്ടുകൂട്ടാന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഓരോ കോഡ് കാണിക്കും. ഓക്കെ. ഈ കാലം മാറുന്നതിനനുസരിച്ച് ആട്ടത്തിന്റെ കോലം മാറിയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു വേഷത്തിലും ഒരുപാട് വ്യത്യാസങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് വന്നിട്ടുണ്ട്. ഞാനൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൽ പ്രഭുദേവ ഫാനായിട്ടുള്ള മച്ചാനെ ആ പെലാസോ കൊണ്ടുവന്നത് അല്ലേ ഇവരൊരു പങ്കുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഉണ്ടാവില്ലേ? അതിൽ 6 ദിവസം കഴിഞ്ഞിട്ട് 7ാം ദിവസം പോണതാണ് ഈ പ്രഭുദേവരടിക്ക്. അതാണ് എന്റെ വലിയ പ്രത്യേകത. 6 ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ചെന്നൈയിലേക്കാ. പ്രഭു സാറിന്റെ സിനിമയിൽ അഭിനയിക്കാനായിട്ടാണ് പിന്നെ പോകുന്നത്. ഇവനാ 6 ദിവസത്തിന് പോന്നിട്ടില്ല. പിന്നെ അതെ. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആദ്യം നമ്മള് ഒരു പച്ചക്കറിയുള്ള മുണ്ട് ഇതായിട്ടായിരുന്നു നമ്മൾ തുടങ്ങിയത് അല്ലെ? അപ്പൊ ആ ഒരു സാധനം വേഷത്തിന്റെ കേസ് ഒന്ന് നമുക്കൊന്ന്, നമ്മളിപ്പോ തുടക്കം മുതൽ ഇതുവരെ നമ്മളെ പച്ച കര പച്ച കച്ച അങ്ങനെ തന്നെയാണ്. അതുവരെ മാറ്റം വന്നിട്ടില്ല. ഒരു കൊല്ലം മാറ്റിയിട്ടുണ്ട്. കാരണം അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. രണ്ടോളെ ഷോൾ അതൊക്കെ മറയ്ക്കാൻ വേണ്ടി വയറ് കുറയ്ക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ പ്രോഗ്രാമുകൾക്ക് പോകുമ്പോഴാണെങ്കിൽ നമ്മുടെ ഡ്രസ്സിംഗ് കോസ്റ്റ്യൂംസിൽ ഒരുപാട് വയറ് മാറ്റം എന്തൊക്കെയായിരുന്നു അതൊക്കെ ഇടിക്കാനായിട്ട് ആരെങ്കിലും ഒക്കെ പെടാപ്പാട്. അതെന്താണ് നമുക്ക് മാറ്റം വരണം എന്നൊക്കെ തോന്നി തുടങ്ങി. ഞാൻ മുണ്ടൊക്കെ കൊടുക്കാറ്. ആ മുണ്ടിന്ന് ഒന്ന് മാറ്റം വന്ന് പിന്നെ കാതലൻ ബാൻഡിലൊക്കെ പോകുമ്പോഴേ നമ്മള് എന്താ പറയാ, നമ്മള് ഇവിടെ സാധാ പ്രോഗ്രാമിന് പോകുമ്പോ ബാൻഡിൽ പോകുമ്പോ ബാൻഡിൽ ചേട്ടന്മാരൊക്കെ എല്ലാവരും കിട്ടും. നമ്മള് ഈ പറഞ്ഞ പോലെ വരുന്നത്. അപ്പൊ എല്ലാവരും പറഞ്ഞു നോക്കി നമുക്ക് ഇവിടെ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞു ബാൻഡ് പരിപാടിക്ക് പോകുമ്പോ ഒന്ന് സെറ്റ് ആവണം. പിന്നെ അതങ്ങനെ ഇപ്പൊ എല്ലാവരും കണ്ണാടി ഒന്നും വെക്കാൻ നടക്കണില്ലേ. ഫ്രീ കാട്ടാണ്. ഞാൻ ഇതിനകത്ത് ഒരാളെ നിർബന്ധിക്കുകയാണെങ്കിൽ കഴുത്തിൽ കത്തി വെച്ച് കഴിഞ്ഞാൽ അവനൊരു പാട്ട് പാടും. പക്ഷെ അവന്റെ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ ആട്ടമായിട്ട് കണ്ടുമുട്ടിയ സമയത്ത് ആ ഒരു പാട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. പക്ഷെ കഴുത്തിൽ കത്തി വെക്കണം. പാടിക്കോ. പിന്നെ അല്ലാണ്ട് ഹേയ് നാണം വരില്ല. പകലൊളി മായുമ്പോ കുളിരല മൂടുമ്പോ, പകലൊളി മായുമ്പോ കുളിരല മൂടുമ്പോ, ഇരുളു വീഴും വഴിയിൽ നീ തനിയെ പോകുമ്പോ, വിങ്ങുമീ രാത്രി തൻ നൊമ്പരം മാറ്റുവാൻ അങ്ങകലെ നിന്നു മിന്നും നീ പുണർന്നൊരു താരകം. മനസ്സിൻ മടിയിലെ മാന്തളിലെ മയങ്ങൂ മണിക്കുരുന്നേ, കനവാനികളിൽ കരുകാന നീ ഉറങ്ങൂ. കരപ്പിച്ച് കളഞ്ഞല്ലോടാ. വെരി ഗുഡ്, നൈസ്. അതില് എനിക്ക് ഇവനിങ്ങനെ പാടിക്കോ എന്ന് പറഞ്ഞ വെച്ചാൽ ഇവിടെ നിന്ന് ഞാൻ ഈ സൈഡിലേക്ക് വരുമ്പോ ഇവിടെ ലിപ് മൂവ്മെന്റ് ഉള്ളിന്റെ സാധനം ആരൊക്കെയാ വിഴുങ്ങിയത്. ശരത്തിന്റെ ചിരി കണ്ട അറിയാവനാന്ന്. നമ്മളെ കണ്ട് വളരുന്ന വേറൊരു ടീം, ഞാൻ ഫാൻസ് എന്നല്ല പറയുന്നത്, വേറൊരു ടീം ഉണ്ട് നമ്മുടെ ചോട്ടാസായിട്ട്. ഡബ്ബ ബീച്ച് എന്ന് പറഞ്ഞുകൊണ്ട് അവന്മാരൊരു പൊളി പൊളിച്ചോണ്ടിരിക്കുകയാണ് കേരളത്തിൽ അല്ലെ. ഈ ചിടുകള് മറ്റേ കയ്യിൽ കിട്ടിയിട്ടുള്ള പാട്ടയിലും ഡബ്ബയിലും ഒക്കെ അവരും ഒരു വിസ്മയം തീർത്തോണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് അവരുടെ ഒരു പെർഫോമൻസ് കണ്ടിട്ട് തോന്നുന്നത്? അത് ഡബ്ബ മിക്സ് അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തരം കഴിഞ്ഞോണ്ടിരിക്കുന്നത്. എന്റെ മകനൊക്കെ ഉണ്ട്. എനിക്കറിയാം. ആ ചെറുത് ചിടുങ്ങാണ് പാടിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അച്ഛനെയും വെട്ടിക്കോ
ഇല്ലില്ല കുഴപ്പമില്ല ഞാൻ സമ്മതിക്കില്ല. ഇത് സത്യം സംഭവിക്കില്ല. ഞാൻ അടിച്ചപ്പുറത്തുനിന്ന് ചെണ്ട വീഴാൻ പോണ മേലിൽ ഏതാ മൂട് പെരുന്തച്ച മൂടുന്ന്. അല്ല ആക്ച്വലി അവര് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അതിനകത്ത് കൊട്ടിയതും അങ്ങനെ ഒരു ബാൻഡ് ആയിട്ട് വന്നു അല്ലേ? തീർച്ചയായിട്ടും അത് നല്ലൊരു നമുക്ക് കൂടി അഭിമാനിക്കാം. കൊള്ളന്നൂരിൽ തന്നെ അടുത്ത കലാകാരി. അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞു, ഇനി നമ്മൾ കാണാൻ കാത്തിരിക്കുന്നത് നിങ്ങളുടെ പെർഫോമൻസ് ആണ്. അതിലേക്ക് കടന്നാലോ? സെറ്റിമസാ. അങ്ങനെ ഇനി ഒരു കൊട്ടി കലാശത്തോടു കൂടി മേളപ്പെരുക്കത്തോടു കൂടി തീരുകയാണ്. അതിനു മുമ്പ് ക്യാപ്റ്റൻ എന്താ പറയാനുള്ളത്? ആദ്യം തന്നെ നന്ദി പറയുന്നത് നമ്മുടെ എൻ്റെ ആട്ടം കലാസമിതിയിലെ എല്ലാ അംഗങ്ങൾക്കും ആദ്യം തന്നെ നന്ദി പറയാണ്. ഒത്തൊരുമയോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും അതിനുവേണ്ടി ഒരുപാട് നന്ദി. പിന്നെ പറയാനുള്ളത് ആട്ടം കലാസമിതിയെ സ്നേഹിക്കുന്ന മലയാളക്കരയിലെ എല്ലാ ആട്ടം കലാസമിതി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ നമ്മളെ ആട്ടത്തെ ഏൽപ്പിക്കുന്ന എല്ലാ കമ്മിറ്റിക്കാർക്കും ഏൽപ്പിക്കാനിരിക്കുന്ന കമ്മിറ്റിക്കാർക്കും ഒരുപാട് നന്ദി. പിന്നെ ഞങ്ങളെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം സപ്പോർട്ടോട് കൂടി നിർത്തുന്ന പി ആർ പച്ച നമ്മുടെ ഫാൻസിന് ഒരുപാട് നന്ദി. ഞങ്ങളുടെ സ്വന്തം കൊള്ളന്നൂർകാർക്ക്, ആട്ടത്തിൻ്റെ സ്വന്തം നാട് കൊള്ളന്നൂർകാർക്ക് ഒരുപാട് നന്ദി. നമ്മുടെ ഒപ്പം ഇപ്പോൾ ബാൻഡായിട്ട് പെർഫോം ചെയ്യുന്ന തേക്കിൻകാട് ബാൻഡിനും ഒരുപാട് നന്ദി. മൊത്തത്തിൽ നന്ദിയോട് നന്ദി പ്രസംഗത്തിന് ശേഷം അടുത്തതായി ആട്ടം കലാസമിതിയുടെ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ഞങ്ങൾക്കും നന്ദി. നമ്മളൊരു സംസാരിക്കാൻ നിങ്ങൾക്കും ഒരുപാട് നന്ദി. ഇനി ഇത്ര നേരം കട്ടയ്ക്ക് നമ്മളോടൊപ്പം നിന്ന മഴയ്ക്കും പെരുത്തുന്നു. 2-3 തവണയാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചെണ്ടയും പൊക്കി പിടിച്ച് ഓടിയതും തിരിച്ചിറങ്ങിയതൊക്കെ. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ വിചാരിച്ച നിങ്ങളൊക്കെ ഇന്ന് മറ്റേ പച്ച മുണ്ടിലൊക്കെ ആയിരിക്കുന്നു, അല്ലാതെ ഞാനിതൊക്കെ കേട്ടിട്ട് വരൂ. നോക്കുമ്പോ ഇവിടെ സനീഷേട്ടന്റെ ക്യാപ്റ്റനൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കില്ല ഹേയ് എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ ഉടുത്തൊരുക്കി വന്നതിന്റെ ഒരു ചേതോവികാരം അതായിരുന്നു. നമ്മളിനി പെർഫോമൻസിലേക്ക് കിടക്കാണ്. ഒരു പൊളി പൊളിക്കാൻ പോകണം. ഇവിടെ പൊടി പാറില്ല, കാരണം ഇവിടെ മഴ പെയ്ത് ഇങ്ങനെ തറമ്പിച്ചിരിക്കുകയാണ്. പക്ഷെ പൂരപ്പറമ്പുകളിൽ, ഉത്സവ പറമ്പുകളിലൊക്കെ പൊടി പാറ്റുന്ന ആ ഒരു പെർഫോമൻസിന്റെ ഒരു ചെറുത് സാമ്പിള് അതന്നെ.